നമസ്കാരം. ഇന്ന് സംഭവിച്ച വാർത്തകൾ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതിന്റെയൊക്കെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ലൈവ് ന്യൂസ് ആരംഭിക്കുകയാണ്. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യ വാർത്ത: ഗവർണർക്കെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കവാടത്തിൽ SFI കെട്ടിയ ബാനർ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ച് ഗവർണർ. കാറിൽ നിന്ന് ഇറങ്ങി നടന്നാണ് ഗവർണർ സ്ഥലത്തേക്ക് എത്തിയത്. Have you reported to the police how these banners are there? And have you taken any action? और अगर जवाब आए कल इसके खिलाफ एक्शन लेना है. भेजिए कि have you reported to the police how these banners are there? And have you taken any action? और अगर जवाब आए कल इसके खिलाफ एक्शन लेना है. ബാനറിൽ വിസിയോട് വിശദീകരണം ചോദിക്കാൻ രാജ്ഭവൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഗവർണർ. ബാനറുകൾ കെട്ടാൻ അനുവദിച്ചത് എന്തിന്, എന്തുകൊണ്ട് നീക്കം ചെയ്തില്ല എന്നീ കാര്യങ്ങൾ അറിയിക്കാനാണ് നിർദ്ദേശം. ഉടൻ ബാനറുകൾ നീക്കം ചെയ്യാൻ ഗവർണർ നിർദ്ദേശം നൽകി. അതിനിടെ കാലിക്കറ്റ് സർവകലാശാലയും സനാതന ധർമ്മപീഠവും ചേർന്ന് നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ ജീവനക്കാർക്ക് വൈസ് ചാൻസലർ അനുമതി നൽകി. സമീർ ബിൻ കരീം ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സമീർ, ഈ ബാനറുകൾ നീക്കം ചെയ്തോ? ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്നതായിരുന്നല്ലോ ഗവർണറുടെ നിർദ്ദേശം. അനുജ, നിലവിൽ ബാനറുകളൊന്നും തന്നെ നീക്കം ചെയ്തിട്ടില്ല. SFI സ്ഥാപിച്ച ബാനറുകൾ അതേപോലെ തന്നെ ഇവിടെ തുടരുന്നുണ്ട്. എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്ന സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്നുള്ള ഈ ബാനറും, അതോടൊപ്പം തന്നെ കവാടം മുതൽ ഗസ്റ്റ് ഹൗസ് വരെയുള്ള സ്ഥലങ്ങളിൽ ആകെ 3 ബാനറുകളാണ് നിലവിൽ SFI സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് 3 നീക്കം ചെയ്യണമെന്നുള്ളതായിരുന്നു ഈ ചാൻസലറുടെ ആവശ്യം. അതായത് ഇന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട് നിന്നും 12:52 കൂടിയാണ് ഈ ഗവർണർ ഇങ്ങോട്ടേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തി അദ്ദേഹം ഗസ്റ്റ് ഹൗസിന് ഉള്ളിലേക്ക് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം പ്രവേശിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഗവർണർ നേരെ പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് എന്തുകൊണ്ടാണ് അത് നീക്കം ചെയ്യാത്തതെന്നും എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പ്രകോപനപരമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതൃപ്തി പ്രകടിപ്പിച്ചു. അതിന് പിന്നാലെയാണ് ഇവിടെ എത്തിക്കൊണ്ട് അദ്ദേഹം മൊബൈൽ ഫോണിൽ രാജ്ഭവനിലേക്ക് ഫോൺ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതുവരെ സ്ഥാപിച്ചതെന്നും എന്തുകൊണ്ട് നീക്കം ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിസിയോട് വിശദീകരണം തേടാനും അല്ലെങ്കിൽ കത്തയക്കാനും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഈ ബാനറുകൾ ഒക്കെ തന്നെ ഇവിടെ തുടരുകയാണ്. ഇതുവരെ മാറ്റി സ്ഥാപിച്ചിട്ടില്ല. 2 ദിവസം മുന്നെയാണ് SFI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കറുത്ത തുണിയിൽ ഇത്തരത്തിൽ ഗവർണർ ഗോ ബാക്ക്, ഒപ്പം തന്നെ സംഘി ചാൻസലർ വാപ്പസ് ജാവോ തുടങ്ങിയ പോസ്റ്ററുകൾ ബാനറുകൾ ഇവിടെ സ്ഥാപിച്ചത്. ഇതിന് പുറമെ മലയാളത്തിൽ എഴുതിക്കൊണ്ടും വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ SFI പോസ്റ്ററുകൾ സ്ഥാപിച്ചിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ ഒരു മാറ്റുന്ന തീരുമാനത്തിലേക്ക് ഇതുവരെ ആരും തന്നെ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു തരത്തിലും ഇത് മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് SFI നേതാക്കൾക്ക് തന്നെ നമ്മൾ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ഇതാണ് ഇവരൊക്കെ തന്നെ പറയുന്നത്. അതിനിടെയാണല്ലോ ഇപ്പോൾ വിസിയോട് വിശദീകരണം തേടണമെന്നത് രാജ്ഭവൻ സെക്രട്ടറിക്ക് നിർദ്ദേശമായി ഗവർണർ നൽകുന്നത്. അത് ടെലിഫോണിൽ നമ്മൾ അദ്ദേഹം സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. വിസിയോട് വിശദീകരണം തേടിയിട്ടുണ്ടോ? അതിൽ അദ്ദേഹം വിശദീകരണം നൽകുമോ? നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ വിസിയുടെ ഭാഗത്തു നിന്ന്? അനുജ, ഇതുവരെ അത്തരമൊരു വിശദീകരണം തേടിയതായി നമുക്ക് വിവരമൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതായാലും വിശദീകരണം തേടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും എന്ത് തരത്തിലുള്ള വിശദീകരണമായിരിക്കും വിസി നൽകുക, അതോടൊപ്പം തന്നെ ഗവർണർ ഉൾക്കൊള്ളുമോ അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാനറുകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ അതും വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം നാളെ SFI വലിയ പ്രതിഷേധ പരിപാടികളാണ് ഇവിടെ പ്രധാനമായും SFI ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഗസ്റ്റ് ഹൗസിന് തൊട്ട് അടുത്തുള്ള ഈ ഹാളിലാണ് നാളെ ഈ സെമിനാർ നടക്കാനിരിക്കുന്നത്. BJP RS നേതാക്കളൊക്കെ തന്നെ ഈ സെമിനാറിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി നാളെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് SFIയുടെ തീരുമാനം. അതിനിടയിൽ ഈ ബാനർ കൂടി നീക്കം ചെയ്യുകയാണെങ്കിൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാകാനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗസ്റ്റ് ഹൗസിനകത്തും പുറത്തുമൊക്കെയായി വലിയൊരു പോലീസ് സംവിധാനവും സുരക്ഷയും ഇപ്പോഴും തുടരുകയാണ്. അനുജ, അതിനിടെ ഈ നാളെ സെമിനാറിൽ പങ്കെടുക്കാൻ ജീവനക്കാർക്ക് വൈസ് ചാൻസലർ അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ടല്ലോ. നാളെ വലിയൊരു പ്രതിഷേധം ഉണ്ടാകും എന്നൊരു സൂചനയുണ്ട്, നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിനെ തുടർന്നുള്ള വലിയ പോലീസ് സന്നാഹമൊക്കെ നാളെയും ഈ ക്യാമ്പസിൽ ഉണ്ടാകും അല്ലേ?
അനുജ, തീർച്ചയായും ഇന്നലെ വലിയ സുരക്ഷയായിരുന്നു. 600ഓളം പോലീസുകാരുടെ സുരക്ഷയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. കാരണം അത് SFIയുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്രയും വലിയൊരു സുരക്ഷയോ അല്ലെങ്കിൽ പോലീസ് വിന്യാസമോ നിലവിൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസ് ഇല്ല. കാരണം ഇന്ന് SFI പ്രതിഷേധമൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം ഗവർണർക്ക് ഇന്ന് പൊതുപരിപാടികൾ ഒന്നും തന്നെ ഇല്ല. കോഴിക്കോട്ടെ ഒരു വിവാഹ ചടങ്ങിൽ മാത്രമാണ് ഗവർണർക്ക് ഇന്നുണ്ടായിരുന്ന ഏക പരിപാടി. അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കേണ്ട എന്നുള്ള നിലപാടിലേക്കായിരുന്നു SFI പോയത്. പക്ഷേ നാളെ സ്ഥിതിഗതികൾ മാറും. കാരണം നാളെയാണ് ചാൻസലർ പ്രധാനമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കുന്ന സെമിനാർ നടക്കുന്നത്. അതായത് ഈ സനാതന പീഠം ആണ് ഇത്തരം ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സെമിനാറിലാണ് BJP, RSS അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ഒപ്പം തന്നെ ഗവർണർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ നാളെ ഏത് തരത്തിലായിരിക്കും SFIയുടെ പ്രതിഷേധമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിനാണ് SFI ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SFIയുടെ സംസ്ഥാന നേതാക്കളായ PM മാർഷോ, അനുശ്രീ അടക്കമുള്ള നേതാക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവർണറുടെ സുരക്ഷ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വലിയൊരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ 600ഓളം പോലീസുകാരാണെങ്കിൽ ഇന്ന് കുറച്ചെങ്കിലും നാളെയും വലിയൊരു പോലീസ് സന്നാഹം ഇറക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഒരു വലിയ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഗവർണർ SFIയുടെ പ്രതിഷേധത്തെ തന്നെ രൂക്ഷമായി പരിഹസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗവർണർ പറഞ്ഞത് താനൊരു പ്രതിഷേധവും കണ്ടിട്ടില്ല, എവിടെയാണ് പ്രതിഷേധം, താൻ കരിപ്പൂർ എയർപോർട്ട് മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യാത്രക്കിടയിൽ എവിടെയും പ്രതിഷേധം കണ്ടിട്ടില്ല, അതുകൊണ്ട് അത്തരമൊരു പ്രതിഷേധത്തെ താൻ ഭയക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ ഗവർണർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയെ ആവർത്തിച്ച് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രി വാടകയ്ക്ക് വിടുന്ന ക്രിമിനലുകളാണ് പ്രതിഷേധക്കാർ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇങ്ങനെ മുഖ്യമന്ത്രിയും SFIയും രൂക്ഷമായി വിമർശിച്ച് പരിഹസിച്ചുമായിരുന്നു ഇന്നലെ ഗവർണർ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിന് നാളെയും സാക്ഷ്യം വഹിക്കും. കാരണം SFI തുടക്കം മുതലേ പറഞ്ഞത് ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും, ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഗവർണർ ഇവിടെ പ്രവേശിച്ചെങ്കിലും SFI പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. അതാണ്. ഏതായാലും ബാനറിൽ VCയോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ സെക്രട്ടറിയോട് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ബാനറുകൾ നീക്കം ചെയ്യണം എന്ന നിർദ്ദേശം കൂടി ഗവർണർ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ബാനറുകളെല്ലാം അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ടോ എന്നതാണ് സമീർ ബിൻ കരീം നൽകുന്ന വിവരം. നാളെ സനാതന ധർമ്മ പീഠം നടത്തുന്ന സെമിനാറിൽ ഗവർണർ പങ്കെടുക്കും. ആ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജീവനക്കാർക്ക് അനുവാദം നൽകിയിരിക്കുന്ന വൈസ് ചാൻസലർ പാസ് നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. 3 മണി മുതൽ 5 മണി വരെ. ഗവർണർക്കെതിരായ SFI പ്രതിഷേധത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ഗവർണറുടെ നടപടി സ്വാഭാവികമായ പ്രതിഷേധം വിളിച്ചു വരുത്തുന്നതാണ്. ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഗവർണർ ആണ് എന്ന് മറന്നു പോവുകയാണ്. പ്രതിഷേധിക്കുന്നവരെ ബ്ലഡി ക്രിമിനൽസ് എന്നും ഗൂണ്ടാസ് എന്നും പൊതുപ്രവർത്തകനായിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വിളിക്കാൻ കഴിയുന്നത് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. RSSൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ ഭാഗമാണ് ഈ നടപടിയൊക്കെയെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുണ്ട്, മന്ത്രിയായി ഇരുന്നിട്ടുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ നോക്കി ബ്ലഡി ക്രിമിനൽസ്, ഗൂണ്ടാസ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നത്? അങ്ങനെ ആ രീതിയിലാണോ ഒരു സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകനായിരുന്നയാൾ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത്? കോഴിക്കോട് സർവകലാശാലയിൽ ഗവർണർക്കെതിരായ അക്രമത്തിന് മുഖ്യമന്ത്രി SFI പ്രവർത്തകർക്ക് പ്രോത്സാഹനം നൽകുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. വീണ്ടും അക്രമത്തിന് തയ്യാറെടുക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ സംസാരത്തിൽ ഉടനീളം ക്രിമിനൽ ഭാഷയാണെന്നും V മുരളീധരൻ വിമർശിച്ചു. കോഴിക്കോട് സർവകലാശാലയിൽ ഗവർണർക്കെതിരായി അക്രമത്തിന് ഒരുമ്പെട്ട SFIക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ഇന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം ഗവർണർക്കെതിരായിട്ട് തുടർന്നും അക്രമത്തിന് ഒരുമ്പെടാൻ, അക്രമത്തിന് തയ്യാറെടുക്കാൻ SFIക്കാർക്ക് ആഹ്വാനം നൽകുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത്. SFIയുടെ പ്രതിഷേധ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് കാലിക്കറ്റ് സർവകലാശാല. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ഗവർണർക്കെതിരെ ഇന്ന് SFI പ്രതിഷേധം ഇല്ല. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹത്തിലാണ് ഗവർണർ പങ്കെടുക്കുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി SFI പ്രവർത്തകരുടെ നടപടിയെ ന്യായീകരിക്കുകയാണ്. ഗവർണർ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രി പ്രതികരിച്ചത്?
അനുജ, സാധാരണഗതിയിൽ സർക്കാർ ഗവർണർ പോര് നടക്കുമ്പോഴൊക്കെ മുഖ്യമന്ത്രി ഈ ഗവർണറെ വിമർശിക്കുന്ന കാര്യത്തിൽ ചെറിയ തരത്തിലുള്ള ഇളവുകൾ നൽകിയിരുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി വളരെ ശ്രദ്ധയോടുള്ള പ്രതികരണം നടത്തുകയും ചെയ്യുക പതിവായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് തവണത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഗവർണറെ കാര്യമായി കടന്നാക്രമിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ട നവകേരള സദസ്സിന്റെ വേദിയിലായിരുന്നു ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തി. കേരളത്തിലെ ഗവർണറാണെന്ന് മറന്നുപോകുന്നു. രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുക തന്നെയായിരുന്നു ഉദ്ദേശം. ഗവർണറുടെ നടപടി സ്വാഭാവികമായും പ്രതിഷേധം വിളിച്ചു വരുത്തി എന്നുള്ളൊരു ന്യായീകരണം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായി. യൂണിവേഴ്സിറ്റി നൽകാത്ത പേര് എവിടെ നിന്നാണ് ചാൻസലർക്ക് ലഭിച്ചത്? RSSൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ ഭാഗമാണ് ഈ നടപടിയെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നു. ഗവർണർക്ക് വിവേചനാധികാരം ഉണ്ട് എന്ന് പറയുമ്പോൾ സർവകലാശാല പാനലിലെ പേരിൽ നിന്ന് വിവേചനാധികാരം ഉപയോഗിച്ച് പേരുകൾ തിരഞ്ഞെടുക്കുന്നതിനെ സമ്മതിക്കാം. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായതെന്നും അത് RSSന്റെ നിർദ്ദേശമായിരുന്നു എന്നുള്ള പ്രത്യക്ഷ വിമർശനത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതിഷേധിക്കുന്നവർക്കെതിരെ മോശം ഭാഷയാണ് ഗവർണർ ഉപയോഗിക്കുന്നതെന്നും ആ രീതിയിലാണോ പൊതുപ്രവർത്തകനായിരുന്ന ഒരാൾ പ്രതിഷേധത്തിന് പ്രതികരിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം കൂടി മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. ഒടുവിൽ വിവേകമില്ലാത്ത നടപടിയാണ് ഗവർണറുടേതെന്നും തീർത്തും തെറ്റായ സമീപനം ഗവർണർ പിന്തുടരുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കം ഗവർണർ നടക്കുകയാണ്. മാത്രമല്ല വിവേകരഹിതമായ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ഗവർണർ പിന്മാറണം. ഇതെല്ലാം ബോധപൂർവമാണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്നും ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിന് വളരെ രൂക്ഷമായ ഭാഷയിൽ ഗവർണറുടെ വിശദമായ മറുപടി തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതെ, SFI പ്രതിഷേധത്തെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു. ഗവർണറുടെ നടപടി സ്വാഭാവികമായ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന രീതിയിലാണ് എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. മറ്റൊരു വാർത്ത, തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകൾ ഉടൻ ഉയർത്തും. 2:30 20 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. MG പ്രതീഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. പ്രതീഷ്, ഇതിനോടകം തന്നെ നമുക്കറിയാം പലയിടങ്ങളിലും നല്ല മഴ പെയ്യുന്നുണ്ട്, തിരുവനന്തപുരത്ത് അടക്കം. ആ മഴ തുടരുമെന്നുള്ളതാണോ ഇന്ന് മുഴുവൻ? അനുജ, തെക്കൻ കേരളത്തിൽ ഇന്ന് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. അതിശക്തമായ മഴ തെക്കൻ കേരളത്തിൽ വരും മണിക്കൂറിലും ഉണ്ടായിരിക്കും. ഇതിനു പുറമെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് പ്രകാരം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് പ്രധാനമായും മഴ കൂടുതൽ ശക്തമാകുന്നത്. ശ്രീലങ്കൻ തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സ്വാധീനത്താലാണ് തെക്കൻ കേരളത്തിൽ മഴ കനക്കുന്നതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന വിശദീകരണം. മാത്രമല്ല മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് മത്സ്യത്തൊഴിലാളികൾക്കും തീരമേഖലയിലുള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മണിക്കൂറുകളായി മഴ ഇപ്പോൾ തുടരുകയാണ്. അതിശക്തമായ മഴ ഇല്ലെങ്കിൽ കൂടിയും മഴയ്ക്ക് ശമനമില്ല. ഇത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ നേരത്തെ വെള്ളം കയറിയ ഇടങ്ങളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം തിരുവനന്തപുരം ജില്ലയ്ക്ക് നൽകുന്നുണ്ട്. കഴക്കൂട്ടം പൗണ്ടുകടവ് ഭാഗത്ത് ചില വീടുകൾ വെള്ളം കയറിയിരുന്നു. ഇങ്ങനെ 2 കുടുംബങ്ങളെ ഇതിനോടകം തന്നെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്നുണ്ട്. ഇതുകൂടി പരിഗണിച്ച് ഇതിന് സമീപത്തുള്ള ആളുകൾ പ്രത്യേക ജാഗ്രത വേണമെന്ന ഒരു നിർദ്ദേശവും ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ, അതായത് ഇനിയൊരു 2 ദിവസം കൂടി മഴ ഇത്തരത്തിൽ തുടരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുമുണ്ട്. അനുജ, അതാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. ഈ മഴ ശക്തമായി തന്നെ വരും മണിക്കൂറുകളിലും തുടരുമെന്നുള്ളതാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ ശക്തമായ മഴയുണ്ട്. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ ഈ 4 ജില്ലകളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, നേരത്തെ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, പല ഇടത്തും മഴ ശക്തമാകും പല ജില്ലകളിലും തമിഴ്നാട്ടിൽ എന്നുള്ളത്. എങ്ങനെയാണ് മഴയുടെ അവസ്ഥ?
അനുജ, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഈ 4 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. 4 ജില്ലകളിലും സമാനമായ രീതിയിൽ ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. കന്യാകുമാരിയിലേക്ക് വന്നാൽ കന്യാകുമാരിയിൽ വിവിധ ഇടങ്ങളിൽ നിലവിൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൈലാടി 5 ഗ്രാം റോഡ്, അതുപോലെ പോത്തൈ തോവാള റോഡ്, ഇരച്ചകുളം പൊതുവലി റോഡെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങി. അവിടെയൊക്കെ ഗതാഗത സ്തംഭനം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. തിരുനെൽവേലിയിലാണെങ്കിൽ തിസേൻവിളയിലാണ് കാര്യമായി മഴ പെയ്യുന്നത്. മറ്റൊന്ന് മഞ്ചോല ഹിൽസിൽ മഴയുണ്ട്. അതുപോലെ കൂടംകുളത്ത് വിജയപതി കുളം കരകവിഞ്ഞതിനെ തുടർന്ന് അവിടെയും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിലേക്കൊക്കെ മറ്റിടങ്ങളിലേക്ക് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു നില ഈ പറഞ്ഞ തിരുനെൽവേലിയിലുമുണ്ട്. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഈ 2 ജില്ലകളിലും ആരംഭിച്ചിട്ടുണ്ട്. തൂത്തുക്കുടിയിൽ സാത്താൻകുടിയിലാണ് കാര്യമായ മഴയുള്ളത്. അവിടെ കടകളിലും വീടുകളിലുമൊക്കെ വെള്ളം കയറുന്ന നിലയുണ്ട്. ഈ സാത്താൻകുടി എന്ന് പറയുന്ന ചെറിയ ടൗണാണ്. ടൗൺ പൂർണ്ണമായും തന്നെ വെള്ളത്തിനടിയിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തെങ്കാശിയിലുള്ളത്. തെങ്കാശിയിൽ മണിമുത്താറ് കരകവിഞ്ഞൊഴുകുകയാണ്. അതിൻ്റെ തീരദേശത്ത് താമസിക്കുന്ന ആളുകളോടൊക്കെയും ഈ നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രീതിയിലാണ് എന്തായാലും ഈ 4 ജില്ലകളിലെ കാര്യങ്ങൾ. മയിലാടുതുറയിലും അതുപോലെ തന്നെ തിരുവാരൂരിലും കാര്യമായി തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. ഈ 2 ജില്ലകളിലും കനത്ത മഴ പെയ്യുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ യെല്ലോ അലേർട്ട് ഇന്നലെ കൊടുക്കുകയും ചെയ്തതാണ്. എന്തായാലും 4 ജില്ലകളിൽ വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. NDRFിൻ്റെ 3 സംഘങ്ങൾ 3 ജില്ലകളിലായി ഇപ്പോൾ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അത് തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി ജില്ലകളിലാണ് NDRFിൻ്റെ 3 സംഘങ്ങൾ. അത് 100 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അങ്ങനെ 3 സംഘങ്ങളെ ഇപ്പോൾ അവിടെയൊക്കെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ, പ്രതിസന്ധി ഉണ്ടായാൽ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. SDRF, അഗ്നിരക്ഷാസേന എല്ലാം തന്നെ സജ്ജമാണ്. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവിടെ ഇടപെടുന്നതിന് വേണ്ടിയുള്ള സേനാംഗങ്ങളെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക എന്നൊരു നിർദ്ദേശം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കുളവും അതുപോലെ തന്നെ നദിയുമൊക്കെ കരകവിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഈ 4 ജില്ലകളിലും. അവിടെയുള്ള ആളുകളോട് ചില സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അനുജ, തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ തുടരുകയാണ്. വരും മണിക്കൂറുകളിലും ഈ ജില്ലകളിൽ മഴ തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പ്രതിപക്ഷത്തിനെതിരെ മന്ത്രിമാർ. ആരെയെങ്കിലും ബസ്സിന് മുന്നിൽ തള്ളിയിട്ട് കലാപമുണ്ടാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. അത് പൊളിക്കാനാണ് ഗവൺമെന്റും സുരക്ഷാ ഉദ്യോഗസ്ഥരും ശ്രമിച്ചതെന്ന് മന്ത്രി MP രാജേഷ് 24നോട് പറഞ്ഞു. നവകേരള സദസ്സിലെ ജനപിന്തുണ കണ്ടുള്ള ചിലരുടെ അസ്വസ്ഥതയുടെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധമെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. വീട്ടിലിരിക്കുന്നവരെ ആരെയും പോലീസ് മർദ്ദിച്ചില്ലല്ലോ എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. വിവിധ പ്രതികരണങ്ങളിലേക്ക്. അദ്ദേഹത്തിന്റെ ഗൺമാന്റെ കയ്യിൽ തൂക്ക് കൊടുത്തിരിക്കുന്ന വെടിവെക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊന്നാളാണല്ലോ. അപ്പോ ആ ഗൺമാൻ വെടിവെച്ചത് അദ്ദേഹത്തിന്റെ തൂക്ക് ആ ഗൺമാനിന് അധികാരമാണ്, ഇനിയും വെടിവെക്കും എന്ന് പറഞ്ഞാലാണ് ഗൺമാൻ എന്താ തീർക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കും, അവരത് സംബന്ധിച്ച് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ സുധാകരൻ വേറൊരു കാര്യം ഇന്നലെ പറഞ്ഞു, ആരെങ്കിലും ബസ്സിന്റെ മുമ്പിൽ ചാടി എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്കെന്താ, അത് അയാളുടെ ഉത്തരവാദിത്തമല്ലേ. അതായിരുന്നു പ്ലാൻ. ആരെങ്കിലും ബസ്സിന് മുമ്പിലേക്ക് തള്ളിയിട്ട് അപായപ്പെടുത്തുക, അതിന്റെ പേരിൽ നാട് മുഴുവൻ കലാപം സൃഷ്ടിക്കുക. വീട്ടിൽ നിന്ന് ആരും അടിച്ചിട്ടില്ലല്ലോ. അടിച്ചോ? സമരം ചെയ്തവരെ അടിച്ചില്ല. സമരത്തിന്റെ മറവിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, ശാരീരിക ഉപദ്രവം ഉണ്ടാക്കാൻ ശ്രമിച്ച ക്രിമിനലുകളെയാണ് അടിച്ചത്. ആ ക്രിമിനലുകളിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് ഗൺമാൻ എന്ന പോസ്റ്റ്. മനസ്സിലായില്ലേ? അതേസമയം KSU പ്രവർത്തകരെ മർദ്ദിച്ച ഗവൺമെന്റ് നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. അതിനിടെ മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ വെല്ലുവിളിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥൻ രംഗത്തെത്തി. ഫേസ്ബുക്കിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള MS ഗോപികൃഷ്ണന്റെ വെല്ലുവിളി. മുഖ്യമന്ത്രിയെ തടഞ്ഞാൽ എല്ലാ മറുപടിയും അന്ന് തരാം എന്നാണ് ഫേസ്ബുക്ക് കമന്റ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളി അതേത് സാഹചര്യത്തിലാണ്? മറ്റൊന്ന്, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. ഗവർണർക്കെതിരായ SFI പ്രതിഷേധത്തെ ഒക്കെ അദ്ദേഹം ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു. അത് സ്വാഭാവികമായ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള പ്രതികരണം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചില്ല. അനുജ, പത്തനംതിട്ട നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പ്രഭാത യോഗത്തിന് ശേഷമുള്ള പതിവ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഗവർണറെ കാര്യമായി കടന്നാക്രമിച്ചെങ്കിലും ആലപ്പുഴയിലടക്കം നടന്ന സംഘർഷ സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ തറയിൽ വലിച്ചെടുത്തുകൊണ്ട് ചവിട്ടുന്നത്, അതേപോലെ തന്നെ ആലപ്പുഴയിൽ നടന്ന മറ്റ് സംഭവങ്ങൾ, ഗൺമാനെതിരെയുള്ള പ്രതിഷേധം, ഇക്കാര്യങ്ങളൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ഈ ഗവർണർക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് പിന്നാലെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ഡ്യൂട്ടിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ MS ഗോപികൃഷ്ണനാണ് മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ
വെല്ലുവിളിക്കുന്നത്. അദ്ദേഹം ഈ തിരുവനന്തപുരം കടയ്ക്കൽ ഭാഗത്ത് പ്രാദേശികമായി നടന്ന ഒരു രാഷ്ട്രീയ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന് കമന്റ് ചെയ്യുകയായിരുന്നു. ഈ കമന്റിൽ ഈ വെല്ലുവിളി എന്നതിനപ്പുറത്തേക്ക് ചില തെറിവിളികളടക്കവും നമുക്ക് കേൾക്കാം. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപം ഉയരുന്നതിനിടെയാണ് ഇങ്ങനെ പരസ്യമായിട്ടുള്ള വെല്ലുവിളിയും. അനുജ, അതാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള പരസ്യമായ വെല്ലുവിളി. ഫേസ്ബുക്ക് കമന്റായാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി. പനമ്പുകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. വേണാട് ആദികേശവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ പിന്നീട് തളച്ചു. പനമ്പുകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടയുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ആദികേശവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ പിന്നീട് തളച്ചു. മുകളിലിരുന്ന് പാപ്പാനെ കുലുക്കി താഴെയിടുന്ന ദൃശ്യങ്ങൾ. മറ്റൊരു വാർത്ത, വയനാട് വാഗേരി കല്ലൂർക്കുന്നിൽ പശുവിനെ കൊന്നത് നരഭോജി കടുവ എന്ന് സ്ഥിരീകരണം. കൂടല്ലൂരിലെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് 5 കിലോമീറ്റർ അകലെ ഞാറ്റാടിയിലും ഇറങ്ങിയത് എന്ന് കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായി. വനംവകുപ്പ് പരിശോധന തുടരുകയാണ്. വാഗേരിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, വലിയ സജ്ജീകരണമൊക്കെ അവിടെ ഒരുക്കി ദിവസങ്ങളായി പുലിയെ പിടികൂടാനുള്ള ക്രമീകരണങ്ങളിലൊക്കെയാണ്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. ഈ പരിസരത്ത് തന്നെ ഇതേ കടുവയുണ്ട് എന്നാണോ ഇപ്പോൾ ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുജ, വാഗേരിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പാപ്പളശ്ശേരി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് കടുവയെ കണ്ടതായി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അത് കൃത്യമായ വാർത്തയല്ല, അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾ മാത്രമാണത്. അത്തരത്തിൽ പ്രചാരണം നടക്കുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നേരത്തെ അനുജ സൂചിപ്പിച്ച ഞാറ്റാടിയാണ്, കല്ലൂർ കുന്നിനടുത്തുള്ള ഞാറ്റാടി. ഈ ഞാറ്റാടിയിൽ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയാണ് കടുവ എത്തുകയും പശുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് ഇപ്പം പറഞ്ഞത് അഭ്യൂഹങ്ങളൊന്നുമല്ല. പാപ്പളശ്ശേരിയിൽ ഇപ്പോൾ കടുവ ഇന്നലെ ഒരു വെളുപ്പിനോടുകൂടി കടുവ എത്തിയിട്ടുണ്ട്. കടുവ എത്തി ഒരു കുട്ടി കണ്ടു. അത് യഥാർത്ഥം തന്നെയാണ്. കളറും കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ തന്നെ ചാനലുകാരും എല്ലാവരും വന്നിരുന്നു. വന്നപ്പോൾ തന്നെ ഞാനടക്കം അവിടെ പോയി അതിനെ പരിശോധന നടത്തുന്നതിന് പോയതാണ്. അപ്പോൾ 6 ഇഞ്ചോളം വരുന്ന കാൽപ്പാടാണ്. ഇവിടെ വന്ന അതേ കടുവ തന്നെയാണ്, ഈ നരഭോജി കടുവ തന്നെയാണെന്ന് തന്നെ ഏറക്കർ ഫോറസ്റ്റിൻ്റെ ഒരു വ്യക്തമായ ഒരു നിലപാട് അവർക്കുമുണ്ട്. ഇത്തരത്തിൽ 9 ദിവസത്തോളക്കാലമായി നമ്മൾ ഇവിടെ നടക്കുന്ന മൂടക്കൊല്ലി മുതൽ കല്ലൂർക്കുന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ഭയങ്കരമായ ഈ രീതിയിലുള്ള ഈ ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണം കൊടുക്കുന്ന രീതിയിലല്ല ഇതൊരു മാറി നല്ല രീതിയിലൊരു ഇതുണ്ടാകണമെന്നാണ് പറയാനുള്ളത്. 2 ദിവസം മുമ്പാണ് ഇവിടെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. അനീഷാണ്, ഈ പ്രദേശവാസിയാണ്. അതായത് ഈ കടുവ പശു പിടിച്ചതിന് വീട്ടിൽ തൊട്ട് അയൽവാസിയായിട്ടുള്ള ആളാണ്. ഈ അനീഷാണ് നമ്മളെ വിവരം അറിയിച്ചത്. എന്താണ് നേരത്തെ അന്ന് കണ്ടതിൻ്റെ അത് ഈ കടുവ തന്നെ ആകാനുള്ള സാധ്യത ഉണ്ടോ? എന്താ തോന്നുന്നത്? അന്ന് കണ്ട ഈ കടുവ തന്നെയാണെന്നാണ് സ്ഥിരീകരണം തോന്നുന്നത്. എന്താ വെച്ചാൽ അന്ന് അവിടെ നിന്ന് വന്ന അതേ വഴിക്ക് തന്നെയാണ് ഇന്ന് വന്നിട്ട് തിരിച്ചു പോയിട്ടുള്ളതും വന്നതും. അപ്പോൾ ആ കടുവ തന്നെ ആകാമെന്നാണ് തോന്നുന്നത്. അന്ന് ഫോറസ്റ്റുകാർ വന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതല്ല എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ന് വന്നത് അത് തന്നെയാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ കർഷകരാണ്, ഈ കാണുന്ന ആളുകളെല്ലാം തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കർഷകരാണ്. ഇവരുടെ നിത്യജീവിതത്തെ സാരമായി കടുവ ബാധിക്കുന്നു എന്നുള്ളതാണ്. ചേട്ടാ, എന്താ പറയാനുള്ളത്? ഇവിടുത്തെ ഈ കൃഷിക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കൊയ്യുന്ന സമയം, അതുപോലെ തന്നെ കാപ്പി പറിക്കുന്ന സമയമൊക്കെയാണ്. ഈ സമയത്തെ തൊഴിലാളികളെ കിട്ടാൻ ഭീതിയോടുകൂടിയാണ് അവർ പറയുമ്പം കടുവ വന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പറയുക. അതുകൊണ്ട് ഞങ്ങൾക്ക് വഴങ്ങിയെടുക്കാൻ വരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള തടസ്സങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ആ തടസ്സം നീങ്ങാൻ ഇതിനെ പിടിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടത്ര എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ നാട്ടുകാരുടെ ഭീതി അകറ്റി കൊടുക്കണം. അതാണ് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ശരിക്കും ഈ കാപ്പിക്കുരു ഒക്കെ പറിക്കുന്ന ഒരു സമയമാണല്ലോ അല്ലേ? ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ അല്ലേ? കാപ്പിക്കുരു പറിക്കുക എന്ന് തന്നെയല്ല, ഇവിടെ മനുഷ്യന് 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ മേലാത്തൊരവസ്ഥയുള്ളത്.
ഇവർ ഈ പറയുന്ന നരഭോജി കടുവയാണ് ഇത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ കടുവ മാസങ്ങളായി വന്ന് താമസിക്കുന്നു. ആ കടുവ വരുന്ന സമയത്ത് കുരങ്ങ് വരികയില്ല, മാൻ വരികയില്ല, മയിൽ വരികയില്ല. അല്ലാത്ത സമയങ്ങളിൽ മുഴുവൻ കടുവ അവിടെ നിന്ന് മാറുന്ന സമയത്ത് കാപ്പിത്തോട്ടത്തിൻ്റെ അകത്ത് ഈ പറയപ്പെട്ട സാധനങ്ങൾ മുഴുവൻ ഉണ്ടാവും. ഇപ്പം 3 ദിവസമായിട്ട് കടുവ അവിടെ ഇല്ല. ഫോറസ്റ്റുകാർ വന്ന് ഒച്ചപ്പാടും വടക്കം പൊട്ടിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം അത് അവിടെ നിന്ന് പോയി. അത് പോകുന്നത് ഈ ചാലിലാണ് പോകുന്നത്. അത് പോകുന്നതിന് ശേഷം ഇന്നലെയും മിനിഞ്ഞാന്ന് കുരങ്ങിറങ്ങിയിട്ടുണ്ട്. കുരങ്ങും മാനും വന്നിട്ടുണ്ട്. അത് കടുവയുള്ള സമയത്ത് ഇത് വരികയില്ല. അപ്പം അതാണ് എന്ന് ഈ കാട്ടിൽ ഒന്നും കൂടുതൽ കടുവകളുണ്ട്. ഈ കടുവകൾ ഉള്ളത് കൊണ്ട് പരിസരവാസികൾക്ക് കാടിന് ചുറ്റി കിടക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ല കാട്ടുമൃഗങ്ങളെ കൊണ്ട്. അതേസമയം ആ കാട്ടിൽ മൃഗങ്ങൾ ഇത് ഉള്ളത് കൊണ്ട് കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങുക. അതിൻ്റെ പുറകെയാണ് ഇപ്പം ഇവനിങ്ങ് പോന്നേക്കുന്നത്, കടുവയും പോന്നിരിക്കുന്നത്. പക്ഷേ ഇത് അവർ മൂടക്കൊല്ലിയിൽ പിടിച്ചിരിക്കുന്ന കടുവ ആണ് ഇത് എന്ന് അതിനെ പിടിക്കാതെ നമുക്ക് പറയാനും ആകുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നിൽ കൂടുതൽ കടുവകളുണ്ട്. തൊട്ടപ്പുറത്ത് ശർക്കരക്കുഴി ഷാജു എന്ന് പറഞ്ഞ ഒരാളുടെ തോട്ടമുണ്ട്. അവിടെ പട്ടാപ്പാല് പോലും കൂടെ കണ്ടിട്ടുണ്ട് ഈ മാനിനെ പിടിക്കുന്നത്. ഒന്നിൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യം ഈ മേഖലയിൽ സുർജിത്ത്, അതിനിടെ ഇപ്പോൾ ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്? നമുക്കറിയാം വലിയ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് വനംവകുപ്പ് അവിടെ എത്തിയിട്ടുള്ളത്. ഡ്രോൺ ഉണ്ട്, അതുപോലെ ക്യാമറ ട്രാപ്പ്, ഇതൊക്കെ ഉണ്ട്. 6-7 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആ പരിസരത്തൊക്കെ ഈ നരഭോജി കടുവയുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താണ്? വനംവകുപ്പ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? 7 അല്ല 8-ാം ദിവസമായിരിക്കുന്നു അനുജ. 8 ദിവസങ്ങളായി വനം വകുപ്പിന്റെ തെരച്ചിലുണ്ട്. തുടക്കത്തിൽ തന്നെ വനം വകുപ്പ് RRT സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഇത് ഇപ്പോഴും തുടരുകയാണ്. വയനാട്ടിൽ 2 RRT ഗ്രൂപ്പുകളാണുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടന്നിരുന്നത്. ഡ്രോൺ ഉപയോഗിച്ചു. ഏറ്റവും ഒടുവിൽ കുങ്കിയാനകളെ ഇറക്കിയ ശേഷം ഈ പ്രത്യേകിച്ച് കാപ്പിത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ പൊന്തക്കാടുകളും എല്ലാം തന്നെ നിറഞ്ഞ മേഖലയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ വലിയ രീതിയിൽ തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. ഏതാണ്ട് 60 മീറ്റർ അകലെ വരെ ഈ കടുവയുടെ സാന്നിധ്യം കണ്ടു എന്നാണ് ഇന്നലെ സർവകക്ഷി യോഗത്തിൽ DFO തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ 60 മീറ്റർ അകലെ ഡാർട്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഇവിടുത്തെ ഭൂമിശാസ്ത്രമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഏതു വിധേനയും കടുവയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ നിലവിൽ ഈ പിടിച്ച പശുവിനെ തന്നെ കൂട്ടിൽ വെച്ചുകൊണ്ട് അതിനെ ഇരയായി വെച്ചുകൊണ്ട് കടുവയെ ആകർഷിക്കാനുള്ള ശ്രമം, അത്തരത്തിലുള്ള രീതിയാണ്, തന്ത്രമാണ് വനം വകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും കടുവ ഇതിൽ കുടുങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. കാരണം ഇന്നലെ ഇരയെ പിടിച്ച് അതിനെ കൊന്ന് തിന്നാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുവ വീണ്ടും ഇവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും ഇവിടുത്തെ കോറികൾ, ഒഴിഞ്ഞു കിടക്കുന്ന പാറമടകൾ, പുല്ല് വെട്ടാത്ത പല എസ്റ്റേറ്റുകളുമുണ്ട്. അവിടെ എല്ലാം തന്നെ കയറി വനംവകുപ്പുകാർ പരിശോധന നടത്തിയിരുന്നു. ഇതിൻ്റെ പഗ്മാർക്ക് ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഈ കടുവ നരഭോജി കടുവയാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇന്ന് തന്നെ മുതിർന്ന കുറേ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ ചുമതലയുള്ള പ്രധാനപ്പെട്ട ഓഫീസർമാരെല്ലാം തന്നെ വനംവകുപ്പിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. DFO, നോർത്തേൺ CCF ഉൾപ്പെടെയുള്ളവരുടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ദൗത്യവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കടുവയ്ക്ക് പിടിവീഴും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പലയിടങ്ങളിലും, അതായത് ഈ വാഗേരിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ കടുവാ സാന്നിധ്യമുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് അഭ്യൂഹങ്ങളാണോ അതോ യഥാർത്ഥമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വനംവകുപ്പ് പരിശോധിക്കുകയാണ്. അനുജ, വാഗേരിയിലെ നരഭോജി കടുവ അതേ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 5 കിലോമീറ്റർ അകലെ ഞാറ്റാടിയിലൊക്കെ ഇറങ്ങിയത് ഈ കടുവയാണ് എന്നത് കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഏതായാലും വനംവകുപ്പ് കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി തന്നെ തുടരുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം. 302 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. 4 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് ഉപവകഭേദമെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ പുതിയ ഒരു ഉപവകഭേദമാണ്. അത് ഇവിടെ കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ 2-3 മാസങ്ങളിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ അവർ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരായപ്പോൾ ഇത് കണ്ടിരുന്നു. അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതുണ്ട്. പക്ഷെ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എല്ലാ കാലത്തും എന്നുള്ളതുപോലെ തന്നെ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ അത്രത്തോളം മികച്ചതായതുകൊണ്ട് ജനിതക ശ്രേണീകരണത്തിലൂടെ നമ്മളത് കണ്ടെത്തി എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ടതില്ല. സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഗ്രത ഉണ്ടാകണം. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ പുതിയ MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്ര അധികം കേസുകൾ കോവിഡിനെ തുടർന്നുണ്ടാകുന്നത് സംസ്ഥാനത്ത്. അപ്പോൾ അതിൽ ഏത് തരത്തിൽ ജാഗ്രത വേണം എന്നാണ് സർക്കാർ പറയുന്നത്? അനുജ, 7 മാസത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 302 പ്രതിദിന രോഗികളാണ് നിലവിൽ ഉള്ളത്. 302 പേർക്കാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള സംസ്ഥാനം കേരളമാണ്. 1523 പ്രതിദിന കോവിഡ് ബാധിതർ, 1523 ആക്റ്റീവ് കോവിഡ് കേസുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. മാത്രമല്ല, ഈ 9 മരണങ്ങൾ സംസ്ഥാനത്ത് ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തു എന്ന ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ മാത്രം 4 കോവിഡ് മരണങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത വേണമെന്നൊരു നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഒമിക്രോണിന്റെ JN1 എന്ന വകഭേദമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് രോഗവ്യാപന ശേഷി കൂടുതലാണെങ്കിൽ കൂടിയും ഗുരുതരാവസ്ഥയിലാകുന്ന രോഗികളുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക വേണ്ട. അതേസമയം പ്രായമായവരും ഗർഭിണികളും അടക്കം പ്രത്യേക ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ വേണം. പകർച്ചപ്പനിയുടെ ഒരു കാലം കൂടിയാണ്. ഈ പകർച്ചപ്പനിയുടെ കൂട്ടത്തിൽ തന്നെ കോവിഡ് ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധന നടത്തുകയും അതിനാവശ്യമായ ചികിത്സ ലഭ്യമാക്കുകയും വേണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ആരോഗ്യ വകുപ്പ് നൽകുന്നത്. എന്തായാലും ഇതിന്റെ ജനിതക മാറ്റമടക്കം വിവിധ പഠനങ്ങൾ നടക്കുന്നുണ്ട്, പരിശോധിച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കും കൂടുതൽ നിർദ്ദേശങ്ങളിലേക്കും ആരോഗ്യവകുപ്പ് കടക്കും. നിലവിൽ അത്രത്തോളം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അനുജ, സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം, അതായത് 7 മാസത്തിന് ശേഷമാണ് ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ ആക്റ്റീവ് കേസുകൾ 1000-ന് മുകളിലാണ്. ഇന്നലെ മാത്രം 4 മരണം കോവിഡ് മൂലം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലൈവ് ന്യൂസ് തുടരുന്നു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സ്ഫോടക വസ്തു നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരണം 9ആയി. സോളാർ എക്സ്പ്ലോസിവ്സ് എന്ന കമ്പനിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട ഇതുവരെയും ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും തന്നെ പോലീസോ മറ്റ് ഏജൻസികളോ നൽകിയിട്ടില്ല. അതേസമയം ഈ സംഭവത്തിൽ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് എക്സ്പേർട്സിനോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിട്ടുണ്ട്. അവർ വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ഒരാഴ്ചയ്ക്കകം ഈ സ്ഫോടനത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ഈ പൊട്ടിത്തെറി ഇന്ന് രാവിലെയാണ് ഉണ്ടായത്. ഈ ബൂസ്റ്ററുകൾ പാക്ക് ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 12 തൊഴിലാളികളിൽ 9 പേരാണ് മരിച്ചത്. മറ്റ് 3 പേരെ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരുടെ നിലയും അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം ഈ സംഭവം നടന്ന് പോലീസും മറ്റ് അധികൃതരെയും വിവരമറിയിച്ചെങ്കിലും രക്ഷാപ്രവർത്തനം വൈകി എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം പോലീസ് ഉടൻ തന്നെ പ്രതികരിക്കുകയും സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു എന്നും, എന്നാൽ ഇത് അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള ഈ സ്ഫോടക വസ്തു നിർമ്മാണശാലയിലെ പൊട്ടിത്തെറി ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള വിദഗ്ധർ എത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ സുരക്ഷാ പ്രോട്ടോകോൾ പരിഗണിച്ച് ഈ അകത്ത് പ്രവേശിച്ച് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂ. ഈ മറ്റ് ഏജൻസികൾ എത്താൻ വൈകിയതാണ് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനുജ, നാഗ്പൂരിലെ സ്ഫോടക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിലാണ് 9 പേർക്ക് ദാരുണാന്ത്യമുണ്ടായത്. എന്താണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് എന്നതിലേക്കുള്ള വിശദീകരണം ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. റാന്നിയിൽ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി. പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പത്തനംതിട്ടയിൽ കറുത്ത ബലൂണും കരിങ്കൊടിയും ഉയർത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പോലീസ് സുരക്ഷ ശക്തമാക്കിയതിനിടെയാണ് ആകാശത്തെ പ്രതിഷേധം.
പത്തനംതിട്ടയിൽ നിന്ന് റാന്നിയിലേക്കുള്ള നവകേരള ബസിന്റെ യാത്രയ്ക്കിടെ കരിങ്കൊടി കാണിക്കാൻ എത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ് വരും മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരണമായി. ശ്രീജിത്ത്, ബസ് വരുന്നവരിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തവരുമായി ആണോ ഡിവൈഎഫ്ഐക്കാരുടെ കയ്യാങ്കളി ഉണ്ടായത്, അതോ അത് വേറെ പ്രവർത്തകരാണോ? അത് വേറെ പ്രവർത്തകരാണ് അനുജ. അതായത് ഇത്തരത്തിൽ മണ്ണാറക്കുളഞ്ഞിയിൽ ബസ് വരുന്നതിന് ഏതാണ്ട് 2-3 നിമിഷങ്ങൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ അടക്കമുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതുകൂടാതെ പത്തനംതിട്ട നഗരത്തിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് റാന്നി ഉദിമൂട്ടിൽ സംഘടിച്ച ഒരു വിഭാഗം പ്രവർത്തകർ, അതായത് ഏതാണ്ട് ഒരു 10ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഇവർ ഈ ബസ്സിന് അടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു കരിങ്കൊടികളുമായി. ആ സമയം തന്നെ അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് അമൽ അബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആ പ്രദേശത്തുണ്ടായിരുന്നു. അവർ രൂക്ഷമായ മുദ്രാവാക്യം വിളികളോടുകൂടി ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേർ പാഞ്ഞെടുക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് അവിടെ DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ ഇരു വിഭാഗം പ്രവർത്തകരെയും ആ ഇരുവശത്തേക്കും മാറ്റുകയായിരുന്നു. പക്ഷേ ഈ സമയമൊന്നും തന്നെ ഈ പ്രതിഷേധം ഒന്നും തന്നെ വകവയ്ക്കാതെ ബസ് വളരെ സുഗമമായി, നവകേരള ബസ് വളരെ സുഗമമായി തന്നെ കടന്നു പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നവകേരള ബസ് വളരെ സുഗമമായി തന്നെ ഒരു ഭാഗത്തു കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് നേരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും വരെ എത്തി. 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിനോളം തന്നെ അല്ലെങ്കിൽ അതിലപ്പുറം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഉണ്ടായിരുന്നു. പോലീസ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ വലിയ തോതിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. ഇതിനിടെ വലിയ തോതിൽ ഉന്തും തള്ളിനിടെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഡിവൈഎഫ്ഐക്കാരുടെ നേർക്ക്, പ്രതിഷേധക്കാരുടെ നേർക്ക്, തങ്ങളെ എതിർക്കാൻ വന്നവരുടെ നേർക്ക് കല്ല് വലിച്ചെറിയുന്ന ഒരു ദൃശ്യവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും കഴിഞ്ഞതിനു ശേഷം പോലീസ് തന്നെ ബലം പ്രയോഗിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റുകയായിരുന്നു. അപ്പോഴും പരസ്പരം അസഭ്യവർഷം ഇരു വിഭാഗങ്ങളും തമ്മിൽ ചൊരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതൊന്നും വകവയ്ക്കാതെ റാന്നിയിലെ സദസ്സ്, നവകേരള സദസ്സ് തുടരുകയാണ്. നിറഞ്ഞ സദസ്സാണ്. ഈ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും, ബലൂൺ ഉയർത്തിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നിറഞ്ഞ സദസ്സാണ് എല്ലാ മേഖലയിലും കാണാൻ കഴിയുന്നത്. അടുത്തൊരു കോന്നിയാണ്. ഇവിടെയും പോലീസിന്റെ വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രതിഷേധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും അറിയിച്ചിട്ടുണ്ട്. അനുജ, പത്തനംതിട്ടയിലാണ് വിവിധ ഇടങ്ങളിൽ നവകേരള ബസ്സിനെതിരെ പ്രതിഷേധമുണ്ടായത്. അതിൽ ഒരിടത്താണ് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് കയ്യാങ്കളി നടന്നത്. മറ്റൊരു വാർത്ത, പാർലമെന്റ് ആക്രമണം അതീവ ഗുരുതരമെന്ന് പ്രധാനമന്ത്രി. സംഭവിച്ചതിനെക്കുറിച്ച് വിശദ പരിശോധന നടത്തും. വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കുന്നത് ഉചിതമല്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതിനിടെ പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്തവരുടെ ഫോണിന്റെ ഭാഗങ്ങൾ രാജസ്ഥാനിൽ കണ്ടെത്തി. എല്ലാവരുടെയും ഫോണുകൾ രാജസ്ഥാനിൽ വെച്ച് നശിപ്പിച്ചതായി മുഖ്യപ്രതി ലളിത് ഷാ മൊഴി നൽകിയിരുന്നു. കണ്ടെടുത്ത ഭാഗങ്ങൾ ഡൽഹി പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. ആർക്കെ, വിഷയത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രതികരണമാണ്, അതൊരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖമാണോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്താണ് അതേക്കുറിച്ച് വ്യക്തമാക്കുന്നത്, ഈ സംഭവത്തെക്കുറിച്ച്? അനുജ, സർക്കാരിൻ്റെ സമീപനത്തിൽ നിന്നുള്ള ഒരു വ്യത്യസ്തതയാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റ് എല്ലാ വിഷയങ്ങളിലും സർക്കാർ പാർലമെന്റിൽ വിശദീകരണം നൽകും എന്നത് മാത്രം പറഞ്ഞ് ഒഴിയുമ്പോൾ ഈ വിഷയത്തിൽ പാർലമെന്റിൽ കാര്യങ്ങൾ വിശദീകരിക്കാതെ പുറത്ത് മാധ്യമങ്ങളോട് ആദ്യം ആഭ്യന്തരമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയും താങ്കൾ പറഞ്ഞതുപോലെ പത്രങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ നയം വ്യക്തമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് ഉണ്ടായിരിക്കുന്ന പ്രതിരോധം അത് എത്രമേൽ വലുതാണ് എന്നത് വിവരിക്കുന്നതാണ് ഇന്ന് പ്രധാനമന്ത്രി പറയുന്നത്. നിലവിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ, അത് ലോക്സഭയിൽ ഉണ്ടായ ഈ ആക്രമണം അടക്കമുള്ളവ അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടത് അനിവാര്യമാണ്. അത് നടക്കുക തന്നെ ചെയ്യും. അതിനായിട്ടുള്ള കമ്മീഷനെ അടക്കം നിയോഗിക്കുകയും അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അത് ഉചിതമല്ല, രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ചേർന്നതല്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. പ്രതിപക്ഷം നാളെ വീണ്ടും പുനരാരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ തീരുമാനിച്ചിരിക്കുമ്പോൾ പ്രധാനമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കി അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടാനായിട്ടുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് മുന്നിൽ നിൽക്കാനായിട്ടുള്ള ഒരു നടപടിയാണ് അദ്ദേഹത്തിൻ്റെ
ഭാഗത്ത് നിന്ന് ഉള്ളത്. പ്രധാനമന്ത്രി പറയുന്നത് അനുസരിച്ച് ഈ വിഷയത്തിൽ എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. സർക്കാർ ഇക്കാര്യത്തിൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ നിലകൊള്ളുന്നു. ലോക്സഭാ സ്പീക്കറിന്റെ അടക്കമുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഭ സമർപ്പിക്കുന്ന നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകരുതെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. പ്രതിപക്ഷ നിരയാകട്ടെ നാളെ വളരെ ശക്തമായിട്ടുള്ള വിധത്തിൽ ഈ സമരപരിപാടികൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. രാജ്യസഭയിലും ലോക്സഭയിലും ഒരേപോലെ പ്രതിഷേധം ഉയർത്തുക, പൂർണ്ണമായിട്ടും അംഗങ്ങളെ നടുത്തളത്തിലേക്ക് ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതിനിടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളും സമാന്തരമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് എന്ന് പറയാവുന്നത് ഈ ലളിത് ചായുടെ അദ്ദേഹം നശിപ്പിച്ചു എന്ന് പറയുന്ന ഫോണിന്റെ ഭാഗങ്ങൾ, നശിപ്പിക്കപ്പെട്ട ഭാഗങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ അതൊരു വലിയ തെളിവായി മാറും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിന് ഇത് എത്രമാത്രം ഉതകും എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയേണ്ടതായിട്ട് ഉണ്ട്. ഇതിൽ ആർക്കെ പാസ് നൽകിയ പ്രതാപ് സിംഹയെ പോലീസ് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? പ്രതാപ് സിംഹയെ ചോദ്യം ചെയ്യും എന്നുള്ളത് ഇന്നലെ തന്നെ ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന് അടുത്ത ദിവസം നോട്ടീസ് നൽകി മൊഴി രേഖപ്പെടുത്താനായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് അഥവാ ആരുടെ പരിചയത്തിലും ശുപാർശയിലുമാണ് ഈ വിധത്തിലുള്ള ഈ പാസ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തോട് ചോദിച്ച് മൊഴിയായി രേഖപ്പെടുത്തുക. അതിനുശേഷം ആ മാർഗത്തിൽ അന്വേഷണം ആവശ്യമാണെങ്കിൽ ആ രീതിയിലും അന്വേഷണം മുന്നോട്ട് പോകും എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. ഡൽഹി പോലീസ് ഇതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താനായി ഇന്നലെ ഒരു യോഗം രാത്രിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പ്രധാനപ്പെട്ട ക്രിമിനോളജിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. അവർ പറയുന്നത് ഈ പ്രതികൾ അന്വേഷണത്തോട് കാട്ടുന്ന മനോഭാവം അത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഉള്ള അവരുടെ സമീപനം അടക്കമുള്ളവ അത് ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന നടന്നു എന്ന വിലയിരുത്തലാണ് ഡൽഹി പോലീസിന് ഇപ്പോൾ ഉള്ളത്. പാർലമെന്റ് അതിക്രമ കേസ് അതീവ ഗൗരവതരമാണ്. അതിൽ വിശദ പരിശോധന നടത്തും. പക്ഷേ ആ വിഷയം രാഷ്ട്രീയവത്കരിക്കരുത് എന്നതാണ് പ്രധാനമന്ത്രി ഒരു ഹിന്ദി ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ വിഷയത്തിലുള്ള ആദ്യ പ്രതികരണമാണ്. അതിനിടെ അന്വേഷണം പുരോഗമിക്കുന്നു. നശിപ്പിക്കപ്പെട്ട ഫോണിന്റെ അവശിഷ്ടം, എല്ലാ ഫോണുകളുടെയും അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. പാർലമെന്റ് അതിക്രമ കേസിൽ അറസ്റ്റിലായ നീലം ആസാദ് പഠനത്തിൽ അസാമാന്യ മികവ് പുലർത്തിയിരുന്നുവെന്നും നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ മുൻപിലുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ. എപ്പോഴും വായനയുടെ ലോകത്തായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത്. കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നീലം പങ്കുവഹിച്ചിരുന്നതായി സഹോദരൻ റാം നവാസ് 24-നോട് പറഞ്ഞു. भगत सिंह और डॉक्टर भीमराव अम्बेडकर जी हैं, इनको विचारों से वो काफ़ी प्रभावित थी और काफ़ी प्रभावित रही है. और उन्होंने जो मनरेगा मजदूर हैं, किसान आंदोलन है, जो मजदूरों के लिए काम किया है, बेरोजगारों के लिए आवाज़ उठाई है, जो नौजवानों के साथ है, जो जंतर मंतर पे उन्होंने जो पहलवानों के साथ है, तो किसान आंदोलन में भी उन्होंने बढ़ चढ़ के भाग लिया था. तो किसान आंदोलन में तो हम उनके साथ थे, परिवार सारा उनके साथ था. तो जो ये मीडिया बार बार में बोल रही कि क्या परिवार वालों को ये पता था कि वो दिल्ली में संसद में ये करेगी, तो हम बिल्कुल मना कर रहे हैं कि हमें उनके बारे में कोई ऐसी खबर नहीं थी कि वो दिल्ली जा रही है. तो मैं अभी बोल रहा हूँ कि मैंने उनका नाम आज तक अपनी जुबान पे, तो क्या उसकी नीलम की जुबान पे भी ये नाम नहीं सुने हैं, ना कभी उनका कभी घर आना हुआ है. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, പഠനത്തിലൊക്കെ വലിയ മികവ് പുലർത്തിയിരുന്ന കുട്ടി, അതുപോലെ തന്നെ അംബേദ്കറിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടയാൾ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത്. ജയ് ഭീം എന്നൊക്കെയുള്ള മുദ്രാവാക്യം അന്നവിടെ മുഴങ്ങി കേട്ടതുമാണ്. ഇങ്ങനെ ഒരു കൃത്യത്തിൽ ഈ കുട്ടി പങ്കെടുത്തു എന്നുള്ളതിന്റെ ഞെട്ടലിലാണോ കുടുംബത്തിലുള്ളവർ? അനുജ, കുടുംബത്തിലുള്ളവർ മാത്രമല്ല, ഗ്രാമവാസികൾ പോലും ഈ പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ടിട്ട് നീലം ആസാദിന്റെ പേരുകൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ആ നിമിഷം ഞെട്ടലോടുകൂടിയാണ് അത് കേട്ടത്. കാരണം പൊതുവെ ഈ പൊതു പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഗ്രാമം നേരിട്ടിരുന്ന പല പൊതു പ്രശ്നങ്ങളിലെല്ലാം തന്നെ കാര്യമായി ഇടപെടുകയും കർഷക സമരങ്ങളിലും അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ ജന്തർ മന്ദറിലെ സമരങ്ങളിലും ഒക്കെ നിറസാന്നിധ്യമായിരുന്നുവെങ്കിലും ഇത്തരമൊരു സാഹചര്യത്തിലേക്കുള്ള പ്രതിഷേധം ഈ ഒരു അതിക്രമം പാർലമെന്റ് അതിക്രമിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക എന്ന തരത്തിലേക്കൊക്കെ മാറും എന്നുള്ളത് ഒരിക്കലും കുടുംബം പോലും കരുതിയിരുന്നില്ല. അവർ പറയുന്നത് ഈ
പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളെ പറ്റിയോ അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് ചെയ്തവരെ പറ്റിയോ ഒരു വാക്ക് പോലും ഈ നീലം ആസാദിന്റെ വായിൽ നിന്ന് ഇതുവരെയും കേട്ടിട്ടില്ല. സാധാരണ സ്വാഭാവികമായിട്ടുള്ള പെരുമാറിയായിരുന്നു കുടുംബത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഈ സഹോദരൻ നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ അംബേദ്കറിന്റെയും അതുപോലെ തന്നെ ഭഗത് സിംഗിന്റെയും ഒക്കെ ആശയങ്ങൾ അത് വലിയ രീതിയിലൊരു സ്വാധീനം നീലം ആസാദിന്റെ ജീവിതത്തിൽ ചെലുത്തിയിരുന്നു. ഒപ്പം ഈ പ്രതിഷേധിച്ച മാതൃക അതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. പകരം ആ പ്രതിഷേധിച്ചതിനുള്ള കാരണം അതിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരുപാട് ഈ ഗ്രാമത്തിലെ പലരും നേരിടുന്ന പ്രശ്നമാണ് തൊഴിലില്ലായ്മ. അപ്പോൾ ആ ഒരു കാര്യം ഉയർത്തി പ്രതിഷേധിച്ചതിന് അത് പിന്തുണ നൽകുന്നു. പക്ഷേ വസതിയിൽ 24 സംഘം എത്തി ആർ അച്യുതനാണ് കുടുംബത്തിലുള്ളവരുമായി സംസാരിച്ചതിന് ശേഷം വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.